പാറശാല ഷാരോൺ വധക്കേസിൽ ഇപ്പോൾ തൂക്കുകയർ വിധിക്കപ്പെട്ട ഗ്രീഷ്മയ്ക്ക് അട്ടക്കുളങ്ങര ജയിലിൽ എവിടെ വേണമെങ്കിലും ഡ്യൂട്ടി നൽകിക്കൊള്ളൂ. പക്ഷേ ആ അടുക്കള ഭാഗത്തേക്ക് മാത്രം അവളെ അടുപ്പിക്കരുത്. വല്ലതുമൊക്കെ കലക്കി തന്നാലോ? ഒരു തുള്ളി പച്ചവെള്ളം പോലും ഗ്രീഷ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാൻ പേടിയെന്നാണ് അവിടുത്തെ സഹ തടവുകാർ പറയുന്നത്. കാമുകനെ കഷായത്തിൽ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ഗ്രീഷ്മ വീണ്ടും തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലെത്തിയപ്പോഴാണ് സഹ തടവുകാർ തലയിൽ കൈവച്ചുകൊണ്ട് സൂപ്രണ്ടിനോട് ഈ വാക്കുകൾ പറഞ്ഞതെന്നാണ് ട്രോൾ വരുന്നത്. അതേസമയം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ 2025 തുടങ്ങുമ്പോൾ എത്തുന്ന ഒന്നാം പ്രതിയാണ് ഷാരോൺ രാജ് വധക്കേസിലെ പ്രതി ഗ്രീഷ്മ. 1C-2025 SS ഗ്രീഷ്മ എന്നാണ് ജയിൽ രേഖകളിലെ അടയാളം. മുൻപ് റിമാൻഡ് തടവുകാരിയായി 1.5 വർഷക്കാലത്തോളം ഗ്രീഷ്മ ഇതേ ജയിലിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഗ്രീഷ്മയ്ക്ക് പുതിയതല്ല. ആദ്യത്തെ 4 ദിവസം ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരിക്കും ഗ്രീഷ്മ എന്ന് തന്നെയാണ് വിവരങ്ങൾ. സെൻട്രൽ ജയിലിലെ വനിതാ സെല്ലിൽ കൂടുതൽ തടവുകാരെ ഉൾക്കൊള്ളാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് ഗ്രീഷ്മയെ മാറ്റിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ. ജയിലിലെ മറ്റ് സ്ഥിരം തടവുകാരെ പോലെ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പരിഗണിക്കുന്നത്. അപ്പീലുകളെല്ലാം തള്ളി വധശിക്ഷ ഉറപ്പായാൽ മാത്രമേ പ്രത്യേക സെല്ലിലേക്ക് മാറ്റുകയുള്ളൂ. ഇങ്ങനെ മാറ്റിയിട്ടുള്ള വനിതാ തടവുകാരും തന്നെ സംസ്ഥാനത്തെ ജയിലുകളിൽ ഇല്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും സുപ്രീം കോടതി വിധി ഉള്ളതുകൊണ്ട് തന്നെ ഏകാന്ത തടവിൽ പാർപ്പിക്കില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ. മാത്രമല്ല, റിമാൻഡ് തടവുകാരിയായി 1.5 വർഷത്തോളം ഇവിടെ കഴിഞ്ഞതിനാൽ പല തടവുകാരെയും ഗ്രീഷ്മയ്ക്ക് നല്ല രീതിയിൽ പരിചയവുമുണ്ട്. ആദ്യ 4-5 ദിവസം ഗ്രീഷ്മ ജയിലിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാകും. അതിന് പിന്നാലെയായിരിക്കും പുറത്തിറക്കുക. എന്നാൽ മറ്റ് തടവുകാർക്ക് ലഭിക്കുന്ന പരോളോ സാധാരണ അവധിയോ ഒന്നും തന്നെ ഗ്രീഷ്മയ്ക്ക് ലഭിക്കില്ല. വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ 1 മാസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാമെന്നാണ് വിവരങ്ങൾ. എന്നാൽ 5-6 വർഷം കഴിഞ്ഞ് മാത്രമേ ഇത്തരം ഹർജികളൊക്കെ ഹൈക്കോടതി പരിഗണിക്കാറുള്ളൂ. വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയെ സമീപിക്കാം. അതേസമയം ഗ്രീഷ്മ ഷാരോണിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതി വധശിക്ഷ തന്നെ വിധിച്ചത്. അതിസമർത്ഥവും ക്രൂരവുമായി കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നതിനെ നിയമം എതിർക്കുന്നില്ല എന്ന് പറഞ്ഞാണ് 24 വയസ്സുള്ള ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ തന്നെ നൽകിയത്. വിധിന്യായത്തിൽ ക്രൂര കൊലപാതകത്തെക്കുറിച്ച് കോടതി അക്കമിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീഷ്മയ്ക്കും ഷാരോണിനും ഒരേ പ്രായമാണെന്നും പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാകില്ല എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചത്. പ്രണയത്തിന്റെ അടിമയായി മാറിയ ഷാരോണിനെ പ്രകോപനമില്ലാതെയാണ് ഗ്രീഷ്മ കൊന്നുകളഞ്ഞത്. ഗാഢമായ സ്നേഹബന്ധം തുടരുമ്പോഴൊക്കെ തന്നെ ഷാരോണിനെ എങ്ങനെ കൊലപ്പെടുത്താം എന്നാണ് ഗ്രീഷ്മ ശ്രമിച്ചത്. കുറ്റം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലവും വിജയിച്ചില്ല. താൻ മുമ്പ് കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന ഗ്രീഷ്മയുടെ വാദം പോലും കോടതി തള്ളുകയായിരുന്നു. അതേസമയം നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ ഗ്രീഷ്മയുടെ കുടുംബം ഉടൻ തന്നെ തീരുമാനം എടുക്കുമെന്നാണ് വിവരങ്ങൾ. വധശിക്ഷ ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ച് പരിഗണിക്കണം എന്നാണ് ആവശ്യപ്പെടുക. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിച്ചത് നിലനിൽക്കില്ല എന്ന നിലപാടാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകർക്കും. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിച്ചത് നിലനിൽക്കില്ല എന്നാണ് ഇപ്പോഴും ഗ്രീഷ്മയുടെ അഭിഭാഷകർ പറയുന്നത്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിക്കരുതെന്ന് മേൽക്കോടതികൾ പലപ്പോഴും നിർദ്ദേശിച്ചിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എന്നതും പ്രതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായി തന്നെ മാറുകയാണ്. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെയാണ് കോടതി പരമാവധി ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്നാണ് പ്രതിഭാഗത്തിന്റെ പരാതി. അഭിഭാഷകരുമായി ഗ്രീഷ്മയുടെ മാതാപിതാക്കൾ കൂടിക്കാഴ്ച നടത്തുമെന്നും ഇതിന് പിന്നാലെയായിരിക്കും അപ്പീൽ നൽകുക എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. മാത്രമല്ല, ശിക്ഷ വിധിച്ച് 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാനുള്ള ഒരു സാവകാശവും പ്രതിഭാഗത്തിനുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കേസിൽ 1-ാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും തെളിവ് നശിപ്പിച്ചതിന് 3-ാം പ്രതിയായ അമ്മാവൻ നിർമ്മൽ കുമാറിന് 3 വർഷം തടവുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.